പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് യുവാക്കൾക്കിടയിൽ കൂടി വരുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച്. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും നമ്മൾ കേൾക്കുന്നത് കുറ്റകൃത്യങ്ങൾ നേരിട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള വാദങ്ങളാണ്. ഈ ആരോപണങ്ങളിലെല്ലാം എന്തെങ്കിലും കാര്യമുണ്ടോ? സിനിമകളെന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ ജീവിതത്തിൽ വല്ലാണ്ടങ്ങ് സ്വാധീനിക്കാൻ മാത്രം ശക്തിയുണ്ടോ സിനിമകൾക്ക്? ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ മാത്രമേ ഇത്രയും വയലൻസുകൾ കാണിച്ചിട്ടുള്ളൂ. ഇതിന് മുൻപത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, 70s 80s, അന്ന് TG രവിയുടെ കാലത്തുള്ള സിനിമകളിൽ ഇതിലൊന്നും വയലൻസ് ഉണ്ടായിട്ടില്ലേ? സിനിമകളാണ് ഈ വയലൻസിന് കാരണമെന്ന് പറയുമ്പോൾ തന്നെ ഈ സാമൂഹിക മാധ്യമങ്ങളെല്ലാവരും ഈ സിനിമകളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അതിനെ വിമർശിക്കുന്നത്. ഇതുപോലത്തുള്ള സിനിമകൾ സമൂഹത്തിനെ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു എന്ന ചർച്ചകളിൽ ഈ സിനിമയെടുത്ത സംവിധായകനെയും ഇതിൻ്റെ നടനെയും ഇതിൻ്റെ സ്റ്റോറി റൈറ്ററിനെയും ഈ സിനിമ കണ്ട പ്രേക്ഷകരെയും വിളിച്ചിരുത്തിയാണ് അവരിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇതിൽ സംവിധായകൻ പറയുന്നു, ഞങ്ങൾ സമൂഹത്തിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ് സിനിമ ഇറക്കിയത്. നടൻ പറയുന്നു, ഞങ്ങൾക്ക് വേറെ ദുരുദ്ദേശം കൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല, സിനിമയെ സിനിമയായിട്ട് തന്നെ കാണണം. പ്രേക്ഷകൻ പറയുന്നു, ഞാൻ സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെയും കണ്ടവനാണ്, ഒരല്പം വയലൻസ് കൂടുതലുണ്ട്. എല്ലാം പറഞ്ഞതിന് ശേഷം ഒരു വാചകവും അങ്ങോട്ട് കൂട്ടിച്ചേർക്കും, സിനിമയാണ് സമൂഹത്തിനെ വഴിതെറ്റിച്ച് വിടുന്നത്. എന്താ അല്ലേ കഥ? ഈ ഒരു കാഴ്ചപ്പാട് തെറ്റാണ്. യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ആ ഒരു കഴിവില്ലായ്മ സമൂഹത്തിനോ സർക്കാരിനോ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാധനത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ട് രക്ഷപ്പെടുന്ന ഒരു പ്രവണതയാണിത്. ഇതിനെ നമ്മൾ പൊതുവെ സ്കേപ്പ് ഗോട്ടിങ് എന്ന് പറയും, അഥവാ ബലിയാടാക്കൽ. ഇതൊന്നും അല്ല സുഹൃത്തുക്കളെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊരു സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഉണ്ടാവും, എന്നാലേ പ്രേക്ഷകൻ അവിടെ ഇരിക്കുകയുള്ളൂ. ഇതിലൊരു അക്രമവും ഉണ്ടാവും, ആ അക്രമത്തിനെതിരെയുള്ള ഒരു പോരാട്ടവും ഉണ്ടാവും. അതാണ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. എല്ലാ സിനിമകളും അവസാനിക്കുന്നത് അക്രമത്തിനെതിരെയുള്ള വിജയത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അക്രമത്തിന് മാത്രം ഇത്ര ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്? സിനിമയിൽ ഇതുപോലെയുള്ള അക്രമങ്ങൾക്കെതിരെ നടക്കുന്ന പോരാട്ടങ്ങൾ അവസാനം വിജയിക്കുന്നതായിട്ട് വരുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് ആരും ഹൈലൈറ്റ് ചെയ്യാത്തത്? TG രവി എന്ന നടൻ്റെ കാലത്തുള്ള സിനിമകളിലും ഉണ്ടായിരുന്നു ഇതുപോലെ ചോരക്കളികളും റേപ്പ് സീനുകളും ഒക്കെ. അന്നത്തെ കാലത്തെ ചോരക്കളികളുടെ സീനിലൊക്കെ ചോരയുടെ കളറിന് ഒരു ലൈറ്റ് ചുവപ്പ് കളറും ഇന്നത്തെ ചോരക്കളികളിൽ ഒരു കടുത്ത ചുവപ്പ് കളറും ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അന്നത്തെ കാലത്തെ സിനിമകളിലൊക്കെ TG രവി ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന റേപ്പ് സീനുകളിൽ അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ലെവലിലെ റേപ്പ് സീനുകളാണ് അതിനകത്തൊക്കെ കാണിച്ചിട്ടുള്ളത്. ഇന്നത്തെ സിനിമകളിലൊന്നും അത്രയും എക്സ്ട്രീം ലെവലിലുള്ള റേപ്പ് സീനുകളൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, നമുക്ക് മാനസികമായും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സീനുകളാണ്. എന്നിരുന്നാലും ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റേപ്പ് സീനുകളൊക്കെ പഴയ കാലത്തായിരുന്നു. എന്ന് വെച്ച് അന്നത്തെ കാലത്ത് അതിനുശേഷം നടന്ന റേപ്പുകളിലും ഇന്നലെ വരെയൊക്കെ നടന്നിട്ടുള്ള റേപ്പുകൾക്കൊക്കെ ഉത്തരവാദി TG രവിയുടെ സിനിമകളാണോ? അല്ല. കേരളത്തിൽ ഇന്നുള്ള പോലെ തന്നെ അന്നും കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുകുമാരക്കുറുപ്പ് ഏതെങ്കിലും ഒരു സിനിമയുടെ കഥ കണ്ടിട്ടാണോ അയാൾ ആ കൊലപാതകം ചെയ്ത ആൾ മുങ്ങി നടക്കുന്നതെന്നും? അപ്പോൾ ഇതൊന്നുമല്ല കാരണങ്ങൾ. ഇതൊക്കെ നമ്മുടെ സമൂഹം വളർത്തിയെടുക്കുന്ന ക്രിമിനൽ മൈൻഡുകളാണ്. ഇതിൻ്റെയൊക്കെ ആധാരം സിനിമയാണെന്ന് പറഞ്ഞ് ഒരു ഒളിയമ്പ് എറിഞ്ഞിട്ട് സമൂഹത്തിലെ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ മാറിയിരുന്ന് രസിച്ചിരിക്കുക. ഇതിനൊക്കെ വേണ്ടുള്ള അഴിച്ചുപണികൾ ആദ്യം കുടുംബത്തിൽ തന്നെ നടക്കണം. കുടുംബത്തിൽ നന്നാവുമ്പോൾ അത് സമൂഹത്തിനെ നന്നാക്കും. സമൂഹം നന്നാവുമ്പോൾ ആ മുഴുവൻ നാടും നന്നാവും. സമൂഹത്തിലെയും കുടുംബത്തിലെയും ഇമാതിരി പാളിച്ചകൾ സംഭവിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം എന്നോണം എനിക്ക് പറയാൻ പറ്റുന്നത് നിയമങ്ങളുടെ തന്നെയാണ്. നിയമങ്ങൾ വളരെ കർശനമായിരിക്കുന്നു, പഴയതുപോലെയല്ല. അതിൻ്റെയൊക്കെ ഒരു ഇംപ്ലിക്കേഷനാണ് ഇവിടെ കണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ ഇന്നും ഓർക്കുന്നു, ബസ് സ്റ്റാൻഡിലൊക്കെ പണ്ട് നമ്മളൊക്കെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അന്നൊക്കെ പിള്ളേർ കൂട്ടങ്ങൾ തമ്മിൽ അടി കൂടുമ്പോൾ നാട്ടുകാർ ആദ്യം ഒന്ന് ഇടപെടും, ആദ്യം ഒന്ന് പിടിച്ചു മാറ്റിയിട്ട് നിന്നില്ലെങ്കിൽ നാട്ടുകാർ കയറി മെയ്യുമായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ. ഇന്നിപ്പോൾ അതിനൊന്നും ആൾക്കാർ മെനക്കെടുന്നില്ല. കാരണം വെച്ചാൽ നിയമങ്ങൾ അത്ര ശക്തമായി. ഇപ്പോൾ 18 വയസ്സ് താഴെയുള്ള പിള്ളേരെയൊക്കെ കൈവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, പിള്ളേർ അടികൂടുമായിരുന്നു, അവിടുന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പോലീസുകാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ പോസ്കോ വരെയൊക്കെയുള്ള കേസുകൾ ചിലപ്പോൾ ഈ പിടിച്ചു മാറ്റുന്നതിൻ്റെ പെടലിക്ക് കൊണ്ടിടും. വീടുകളിൽ ഇതൊക്കെ തന്നെ സ്ഥിതി. പിള്ളേർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അപ്പനും അമ്മമാരെ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയിക്കാണ്ട് നേരെ അതങ്ങ് മേടിച്ചു കൊടുക്കുവാണ്. മൊബൈൽ വേണമെന്ന് പറയുന്നു, മൊബൈൽ മേടിച്ചു കൊടുക്കുന്നു.
ബൈക്ക് വേണമെന്ന് പറഞ്ഞു ബൈക്ക് മേടിച്ചു കൊടുക്കുന്നു. പണ്ടൊക്കെ നമ്മുടെ കാലത്തൊക്കെ ഒരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മാസം കരഞ്ഞു നടന്നാലാണ് നമുക്കൊന്ന് കിട്ടുകയെന്നറിയോ. അതൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ സൈക്കിൾ ഓടിച്ച് അപ്പനമ്മമാരുടെ മുന്നിൽ മറ്റുള്ളവരുടെ സൈക്കിൾ ഓടിച്ച് അങ്ങനെയൊക്കെ അവരുടെ സഹതാപം പിടിച്ചു പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഒരു സൈക്കിൾ തന്നെ നമ്മൾ സ്വന്തമാക്കിയിരുന്നത്. ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന സിനിമയുടെ കേസ് തന്നെ നമുക്ക് എടുക്കാം. ഈ ചർച്ച ചെയ്ത സിനിമ അത് ചുമ്മാ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടായ സിനിമയല്ലോ. അതിന് പിന്നിൽ ഒരു കഥ എഴുതിയ ഒരു റൈറ്ററുണ്ട്, അതിൻ്റെ ഒരു സംവിധായകനുണ്ട്, അതിൻ്റെ ഒരു നടനുണ്ട്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. ഇവരൊക്കെ ഒരു 80-90 കാലഘട്ടങ്ങളിൽ ജനിച്ച ആൾക്കാരാണ്. ഇവരൊക്കെ എന്താണ് ഇതിൻ്റെ റൈറ്റർ എഴുതിയിരിക്കണത്? അയാൾ എഴുതിയിട്ടാണല്ലോ ആ സിനിമ ഉണ്ടായത്. അയാളെന്താ വല്ല ആടുമാട് അറവശാലയിൽ ജനിച്ചു വളർന്ന ഒരു ഹിസ്റ്ററിയാണോ അയാൾക്കുള്ളത്? അല്ല, അയാളൊക്കെ നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളല്ലേ. അയാളങ്ങനെ ആലോചിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കണ്ടിട്ടല്ലേ നമ്മൾ പറയണത് ഇത് ഭയങ്കര ഭീകരമായ സീനുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് എഴുതിയവൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും. അയാളെന്താ രാവിലെ കിടക്കപ്പായിന്ന് എണീക്കുമ്പോൾ തന്നെ ചായ കുടിക്കുന്നതിന് മുമ്പായിട്ട് 2 പേരെ വെട്ടിക്കൊന്നിട്ടാണ് ആൾ ചായ കുടിക്കാൻ ഇരിക്കുന്നത്, രാവിലത്തെ പ്രാതൽ കഴിക്കാൻ ഇരിക്കുന്നത്? അല്ല. അതിൻ്റെ നടൻ തന്നെ അയാൾ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അയാളുടെ കുടുംബത്തിൽ നിന്നിട്ട് ഇതാണോ ചെയ്യുന്നത്? ഇതിനപ്പുറത്തെ കാര്യങ്ങളൊക്കെയാണ് അയാൾ ചെയ്യുന്നത്? അല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അതിനെ ട്രിഗർ ചെയ്യുമ്പോഴാണ് അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ക്രിമിനൽ പുറത്തു വരുന്നത്. ഈ ട്രിഗർ ചെയ്യുന്ന എന്തും ആവാം. അതൊരു സിനിമയാകാം, അത് മയക്കുമരുന്നാകാം, അത് കള്ളാവാം, കഞ്ചാവാകാം, അത് വേണമെങ്കിൽ ഒരു പത്രത്തിൽ വരുന്ന ഒരു ചെറിയൊരു വാർത്തയാകാം, അത് കൂട്ടുകാർക്കിടയിലിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു കളിയാക്കലാവാം. അങ്ങനെ നിരവധി കാരണങ്ങളുണ്ടാവാം. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമാണ്. ഈ എഡ്യൂക്കേഷന് ഏറ്റവും പറ്റിയൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അവരുടെ സ്കൂളുകൾ തന്നെയാണ്. സ്കൂൾ മാനേജ്മെൻറ്റുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴൊരിക്കലൊക്കെ ഒരു ചെറിയൊരു പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. കൗൺസിലിംഗ് അല്ല, പേഴ്സണലായിട്ടുള്ള കൗൺസിലിങ്ങുകളല്ല. എന്നാൽ ഒരു നല്ലൊരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു നല്ലൊരു സാമൂഹിക നിരീക്ഷകനെയൊക്കെ വിളിച്ച് പിള്ളേരെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പരിധി വരേക്കും ഇതിനൊരു സൊല്യൂഷനാകാം. പിള്ളേർക്ക് ആദ്യം തന്നെ ഒരു ലക്ഷ്യബോധമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഈ ലക്ഷ്യബോധമില്ലാത്ത പിള്ളേർക്കിടയിലാണ് ഈ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എ ലേസി മൈൻഡ് ഇസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ്. അഥവാ അലസമായിട്ടുള്ളൊരു മനസ്സാണ് ഒരു ചെകുത്താൻ്റെ കാര്യാലയം. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കല്ല ഉത്തരവാദികൾ സിനിമാക്കാരാണ് എന്ന രീതിയിലുള്ള കുപ്രചാരണങ്ങൾ നിർത്തുക. ഈ വീഡിയോ കാണുന്നവർ അവരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് ലൈക്ക് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മാക്സിമം ഷെയർ ചെയ്യുക. സമൂഹത്തിന് എന്തെങ്കിലും ഒരു നല്ല മെസ്സേജാണിതെന്നുണ്ടെങ്കിൽ ആൾക്കാരിലെത്തട്ടെ. താങ്ക് യു.